കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആൻഡ് HTML എന്ന സബ്ജക്റ്റിലെ 5-ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. HTML നമ്മൾ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോസും കോളംസും ഒക്കെ ഉള്ളതാണ് ടേബിൾ അല്ലേ. സോ ഇവിടെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടേബിൾ ടാഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റോയും കോളവും ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ കാണും അല്ലേ. അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ടേബിൾ ടാഗ്. അതായത് ടാഗിനകത്ത് എന്തെന്ന് എഴുതുക, ടേബിൾ എന്നെഴുതുക, ഇതുപോലെ എഴുതുക. ദെൻ അതിനകത്ത് നമ്മൾ ടേബിളിൻ്റെ കോഡൊക്കെ എഴുതിയതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഈ ടേബിൾ എന്നുള്ളത് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ടേബിളിന് തന്നെ ഒത്തിരി ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ബോർഡേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ബോർഡർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടും കൂടെ നമ്മൾ കൊടുക്കണം. ഒരു ആട്രിബ്യൂട്ടായിട്ട് ബോർഡർ ഈസ് ഈക്വൽ ടു 1ഓ 2ഓ അങ്ങനെ ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. എത്ര തിക്നെസ് വേണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളിലാണ് ബാക്കി കോഡുകളൊക്കെ നമ്മൾ എഴുതുക. ദെൻ റോ, ആദ്യത്തെ റോയ്ക്ക് TR എന്നാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കോഡ് എഴുതിയതിന് ശേഷം ആ റോ നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. /TR ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. അതിന് ശേഷം TDക്ക് അകത്താണ് ഓരോ ടേബിൾ ഡാറ്റയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യത്തത് സീരിയൽ നമ്പർ ആയിരുന്നു, രണ്ടാമത്തത് റോൾ നമ്പറാണ്, 3 നെയിമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ടേബിൾ ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യത്തെ TDക്ക് അകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, സീരിയൽ നമ്പർ എന്ന് കൊടുക്കണം, അത് ക്ലോസ് ചെയ്യണം. അടുത്ത TDക്ക് അകത്ത് എന്ത് കൊടുക്കണം, റോൾ നമ്പർ എന്ന് കൊടുക്കണം, അത് ക്ലോസ് ചെയ്യണം. അടുത്ത TDക്ക് അകത്ത് നെയിം എന്ന് കൊടുക്കണം, അത് ക്ലോസ് ചെയ്യണം, /TD. അപ്പോൾ ഈ ഒരു റോ നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി അതേപോലെ ഇതിനകത്തുള്ള റോസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ സീരിയൽ നമ്പർ 1, റോൾ നമ്പർ 1, നെയിം A. അങ്ങനെയാണെങ്കിൽ പുതിയ TRനകത്തും ഇതുപോലെ നമ്മൾ എഴുതുക. ഈ സീരിയൽ നമ്പറിൻ്റെ സ്ഥലത്ത് 1 എന്നും റോൾ നമ്പറിൻ്റെ സ്ഥലത്ത് 1 എന്നും നെയിമിൻ്റെ സ്ഥലത്ത് A എന്നും കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. സോ അപ്പോൾ ബേസിക് ആയുള്ള ടാഗ് എന്ന് പറയുന്നത് ഏതാണ്, ടേബിൾ ടാഗാണ്. അതിനകത്ത് TRും TDയും ഒക്കെ വരും. ഇനി അത് ഹെഡിങ് ടാഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ TRന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TH യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നോക്കിയേ, ഈ കാണുന്ന ടാഗൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ HTML ടേബിൾ ടാഗായിട്ട് വരുന്നത്. ടേബിൾ നമ്മൾ പറഞ്ഞു, TR എന്തിനു വേണ്ടിയിട്ടാണ്, റോ ഡിഫൈൻ ചെയ്യാനാണ്. TH ആണെങ്കിൽ എന്താണ്, ഒരു ഹെഡർ സെല്ലാണെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ. ദെൻ TD ആണെങ്കിൽ ടേബിളിലെ ഡാറ്റയാണ് അല്ലേ, ഡിഫൈൻസ് എ സെല്ലിനെ ടേബിൾ. നമ്മൾ റോൾ നമ്പർ, സീരിയൽ നമ്പർ അതൊക്കെ കൊടുക്കുന്നത്. ടേബിളിന് ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാപ്ഷൻ ടാഗ് യൂസ് ചെയ്യും. ദെൻ മറ്റൊന്നാണ് കോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് സ്പെസിഫൈ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് 1 or more columns in a table for formatting. ദെൻ COL, കോൾ. ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കോൾ ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് യൂസ് ചെയ്യുക. കോളത്തിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സ്പെസിഫൈ ചെയ്യണം. ഓരോ കോളം എന്തൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യും. ദെൻ ബോഡി ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിന്, ബോഡി കണ്ടൻസിൻ്റെ ടേബിളിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെഡ് ഉണ്ട്, അതും അതുപോലെ തന്നെയാണ്, ഹെഡർ കണ്ടൻറ്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫൂട്ടർ ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഗ്രൂപ്പ് ദ ഫൂട്ടർ കണ്ടൻറ്റിൻ്റെ ടേബിൾ. അപ്പോൾ ഇവിടെ ഒരു കോഡ് കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൻ്റെ ഔട്ട്പുട്ടും നമുക്കിവിടെ നോക്കിയാൽ കാണാം അല്ലേ. അപ്പോൾ HTML എന്ന് പറഞ്ഞുള്ള ലൈൻ നമ്മൾ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി എഴുതി അല്ലേ. അതൊക്കെ എഴുതിയതിന് ശേഷം ടേബിൾ ടാഗിനകത്ത് TRനകത്ത് TR ഇവിടെ തുടങ്ങി, TR ഇവിടെ ക്ലോസ് ചെയ്തു. ഈ TRനകത്ത് നമുക്ക് എന്താ, ഹെഡിങ് ആയിട്ടാണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാർക്സും ഉള്ളത് അല്ലേ. അത് കുറച്ച് ബോൾഡായിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അത് THലാണ് കൊടുത്തിട്ടുള്ളത്. സോ ആദ്യത്തെ THനകത്ത് ഫസ്റ്റ് നെയിമും, രണ്ടാമത്തെ THനകത്ത് ലാസ്റ്റ് നെയിമും, മൂന്നാമത്തെ THനകത്ത് എന്ത് കൊടുത്തു, മാർക്കും കൊടുത്ത് TR ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത റോയാണ് ഈ കാണുന്നത്. സോ ആ റോ കൊടുക്കുമ്പോൾ കണ്ടോ TR. ദെൻ TD എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് നെയിം കൊടുത്തു, ദെൻ ലാസ്റ്റ് നെയിമിൻ്റെ നമ്മൾ ക്ലോസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ബാക്കിയെല്ലാം ഓരോ TRൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബോർഡർ വരാത്തതിന് കാരണം ടേബിളിന് ശേഷം ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ബോർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ബോർഡർ നമ്മൾ 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇനി
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡർ നമുക്ക് 1 ആക്കി സെറ്റ് ചെയ്യാം, സോളിഡ് ബ്ലാക്ക് ആക്കാം, ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞിട്ടും കൊടുക്കാം. ബാക്കി കോഡുകളൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഇനി HTML ടേബിൾ വിത്ത് സെൽ പാഡിങ്. ഇങ്ങനെയാണ് സെൽ പാഡിങ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു സെല്ലിനകത്ത് വന്ന് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മാർജിൻ, ഈ ഒരു സ്പേസും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാഡിങ് കൊടുക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നുമില്ല, ഈ സ്റ്റൈലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത് THTD എന്ന് പറഞ്ഞാൽ പാഡിങ്, എത്ര പിക്സൽ നമ്മൾ സെല്ലിൽ ആ ഒരു പാഡിങ് വേണം എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കണ്ടോ, ഇതും വെച്ച് നോക്കുമ്പോൾ പാഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ദെൻ HTML നമുക്ക് ടേബിളിൻ്റെ വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റൈലിനകത്ത് തന്നെയാണ് THTD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് കൊടുത്തു, ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 100% എന്ന് ടേബിളിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയോ? ദെൻ കണ്ടോ, ഇതുപോലെയാണ് വിഡ്ത്ത് വരിക. എല്ലാതും കണ്ടോ ഒരേ വിഡ്ത്തിലല്ലേ വന്നിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇനി കോൾ സ്പാൻ ഉണ്ട്. കോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ 2 കോളത്തിന് നമുക്ക് മേർജ് ചെയ്യണമെന്ന് വിചാരിക്കുക, സ്പാൻ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ മൊബൈൽ നമ്പർ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കോൾ സ്പാൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് എവിടെ ചെയ്യേണ്ടത്? ആദ്യത്തെ TRനുള്ളിലെ TH ആണ് നെയിം എന്ന് പറയുന്നത്. പിന്നത്തെ TH കോൾ സ്പാൻ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. അതായത് 2 കോളമാണ് അതിനുള്ളിൽ വരുന്നത്. അവിടെ എന്താ എഴുതേണ്ടത്? മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത TR എഴുതുമ്പോൾ അതിനകത്ത് എന്ത് കൊടുത്താൽ മതി? 3 എണ്ണം കൊടുത്താൽ മതി. അതായത് ഇതിൽ ആദ്യത്തെ TH അല്ലേ, പിന്നത്തെ കോൾ സ്പാൻ 2 ഉള്ള കാരണം ഇത് ആക്ച്വലി എന്തായിട്ടാണ് എടുക്കുന്നത്? 3 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഇവിടെ ശരിക്കും എന്തുണ്ട്? 3 എണ്ണം ഉണ്ട്, പക്ഷേ കോൾ സ്പാൻ കൊടുത്ത കാരണം അതെന്തായി? മെർജായി. ഇനി ഇതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്? റോസ് പാൻ വരുന്നത്, മൾട്ടിപ്പിൾ റോസ് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് റോസ് പാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. TRനകത്താണ് കൊടുക്കേണ്ടത് അല്ലേ. ആദ്യത്തെ TRനകത്ത് നെയിമും ഈ ഫസ്റ്റത്തെ ഈ 2 സംഭവങ്ങൾ കൊടുത്തു, TH ആയിട്ട് കൊടുത്തു അല്ലേ. പിന്നത്തെ TD ആയിട്ടാണ് കൊടുത്തു, ബോൾഡ് അല്ലാത്ത കാരണം. അടുത്ത TRലാണ് നമ്മൾ THലും റോസ് പാൻ ഈക്വൽ ടു 2 എന്ന് കൊടുത്ത്. അപ്പോൾ ഇത് രണ്ടും എന്തായി? ഇങ്ങനെ ഡിവൈഡ് ആയിട്ട് വന്നു. സോ ഇതാണ് കോൾ സ്പാനും റോസ് പാനും വരുന്നത്. HTML മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോം കൺട്രോൾസ്. ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ലോഗിൻ ഫോമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫോം കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം എന്തിനാണ് നമ്മൾ ഈ ഫോം കൺട്രോൾസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെർവറിലേക്കൊക്കെ, അതായത് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഡാറ്റ എങ്ങോട്ടേക്ക് കളക്ട് ചെയ്യണം, സെർവറിലേക്കൊക്കെ കളക്ട് ചെയ്ത് സെൻഡ് ചെയ്യുകയൊക്കെ വേണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ഫോം ടാഗാണ്. ഇതാണ് ഫോം ടാഗ്. ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നോർമലി ചെയ്യുന്ന പോലെ. ഇനി ഫോമിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്ത് ബ്രേക്ക് കൊടുത്തു. അപ്പോൾ അത് നോർമലി വരുന്ന പോലെ വരും. ദെൻ ഇൻപുട്ട് ടൈപ്പ്, അതായത് ഇതൊരു ലേബൽ പോലെ വരും. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈസ് ഈക്വൽ ടു യൂസർ നെയിം എന്ന് കൊടുത്താൽ ഇവിടെ എന്ത് വരും? ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ഇതുപോലത്തെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷനിലാണ്. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ഒക്കെ എഴുതുന്ന സമയത്തേക്കാണ് നമുക്ക് ആ ഒരു പേര് ആവശ്യം വരിക. ഇനി ടെക്സ്റ്റ് ഫീൽഡ് കൺട്രോളാണ്, അതായത് ടെക്സ്റ്റ് ബോക്സ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു, ഇൻപുട്ട് ടൈപ്പിൽ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു, ഒരു ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ്. ദെൻ ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് കൊടുത്തു? ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. ബ്രേക്ക് കൊടുത്തുള്ളത് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞുള്ളൊരു ടാഗാണ്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്ന നമുക്ക് ഒത്തിരി ലൈൻസ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിലാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ്, ഈ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണ ടെക്സ്റ്റ് ഏരിയ ആവശ്യം വരിക. സോ ഇവിടെ നോക്കി, ഫോമിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? എൻ്റർ യുവർ അഡ്രസ്സ് എന്ന് കൊടുത്തു. ദെൻ ടെക്സ്റ്റ് ഏരിയ റോസ് ഈസ് ഈക്വൽ ടു 2, കോൾസ് ഈസ് ഈക്വൽ ടു 20. അപ്പം ഇതിനകത്ത് 2 റോക്കുള്ള സ്പേസും ഉണ്ടായിരിക്കും, എത്ര കോളത്തിനുള്ള ഒരു 20 കോളത്തിനുള്ളൊരു സ്പേസും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലേബൽ ടാഗ് ഉണ്ട്. ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്?
ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ലാബലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലേബൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ലേബൽ എന്ന് കൊടുക്കുക. ഏതിനാണ് ലേബൽ കൊടുക്കുന്നത്, ഏതിനാണ് നമ്മളിവിടെ അതിൻ്റെ ID നോക്കുക കേട്ടോ, ID നെയിമും നോക്കുക. സെയിം തന്നെ അവിടെ കൊടുക്കണം, ലേബൽ 4 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെയിം തന്നെയല്ലേ നമ്മുടെ ID അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത്, അത് തന്നെ കറക്റ്റ് കൊടുക്കുക. ദെൻ ഫസ്റ്റ് നെയിം എന്ന് എഴുതുക. അപ്പോൾ ആ ലേബൽ അതുപോലെ വരും. ദെൻ ആ ലേബലിൻ്റെ താഴെ വന്നിട്ടുള്ളത് എന്താണ്, ഒരു ബ്രേക്കിന് ശേഷം വന്നിട്ടുള്ളത് എന്താണ്, അല്ല BR കൊടുക്കുന്നത് നെക്സ്റ്റ് ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ്, അല്ല നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്ത് കൊടുത്തു, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും ചെയ്തു. ഇനി മറ്റൊന്നാണ് എന്ത്, പാസ്വേഡ് അല്ലേ. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ പോലത്തെ സംഭവങ്ങളല്ലേ വരിക. സോ അതിന് നമ്മൾ നേരത്തെ പോലെ ലേബലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്, ദെൻ IDയും നെയിമും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇമെയിൽ ഫീൽഡ് എന്ന് പറഞ്ഞ കൺട്രോൾ ഉണ്ട്. ഇത് നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ഇമെയിൽ അഡ്രസ്സാണ്. അതായത് നമ്മൾ എന്ന് പറഞ്ഞ സിമ്പിൾ ഡോട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ നോക്കിയേ, ലേബിൾ കൊടുത്തതിന് ശേഷം എന്താ ചെയ്തത്, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ കണ്ടോ, നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയും, എന്നുള്ളത് മിസ്സിംഗ് ആണെന്നുള്ളതൊക്കെ പറയും. ദെൻ അടുത്ത ഫോം കൺട്രോളാണ് റേഡിയോ ബട്ടൺ. അത് നമ്മൾ ഈ മെയിലാണോ ഫീമെയിലാണോ ഒരെണ്ണേ നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെയുള്ളതൊക്കെ സെലക്ട് ചെയ്യാനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയോ ബട്ടൺ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ, നോർമലി കൊടുക്കുന്ന പോലെ ID നെയിമൊക്കെ കൊടുക്കുക, വാല്യൂ കൊടുക്കുക. ആ വാല്യൂ ആയിരിക്കും ഇതിനകത്ത് പ്രിൻ്റ് ആവുന്നത്. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ കണ്ടോ, അതിനകത്ത് വാല്യൂ ഫീമെയിൽ എന്ന് കൊടുത്തു. ക്ലിയർ ആയോ? സോ ഇതാണ് റേഡിയോ ബട്ടൺ. ഇനി ഇതേപോലത്തെ മറ്റൊന്നാണ് ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സിൻ്റെ പ്രത്യേകത ഒന്നിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, ആ വാല്യൂ ഈസ് ഈക്വൽ ടു ക്രിക്കറ്റ് എന്നുള്ളതാണ് ഇവിടെ പ്രിൻ്റ് ആയിട്ട് വരിക. ID നെയിമും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്ന് വരുന്നത് സബ്മിറ്റ് ബട്ടൺ ആണ്. സബ്മിറ്റ് ബട്ടൺ കണ്ടോ, ഇതിനകത്ത് 2 ടെക്സ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ലേബലിൽ നമ്മൾ എന്ത് കൊടുത്തു, എൻ്റർ നെയിം കൊടുത്തു, പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു, എൻ്റർ പാസ്വേഡ് കൊടുത്തു അല്ലേ, ഇൻപുട്ട് ടൈപ്പിൽ പാസ്വേഡ് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ സബ്മിറ്റ് എന്ന് വരും. ഇതെന്താണ്, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടണായിട്ട് മാറും. ഇനി HTML ഫീൽഡ് സെറ്റാണ്. അതായത് ഫീൽഡ് സെറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരേപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒരു ഫീൽഡ് സെറ്റിലാക്കാം. ഇപ്പോൾ ഫീൽഡ് സെറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു, യൂസർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. കണ്ടോ, ആ ഫീൽഡ് സെറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്, റിലേറ്റഡ് ആയുള്ള ഡാറ്റയാണ്, അല്ലെങ്കിൽ ഇത് ഒരൊറ്റ ഫോമാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആ കോഡ് മാറിക്കാണും. സോ ഇതാണ് HTML ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു HTML ഫോമിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞതാണ്, ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ രജിസ്ട്രേഷൻ ഫോമിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. നമുക്ക് എന്താണ്, ലേബൽ വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട് അല്ലേ, പാസ്വേഡ് വന്നിട്ടുണ്ട്, ഇതെന്താണ്, ചെക്ക് ബോക്സ് ആണ്, റേഡിയോ ബട്ടൺ ആണ്, ദെൻ ടെക്സ്റ്റ് ഏരിയ വന്നിട്ടുണ്ട്, ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. സോ അതിൻ്റെ കോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് അല്ലേ, പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും വരാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഫോമിനുള്ളിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ വേണ്ട, അതായത് ഇവിടെ കാണുന്ന ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്.